ഹായ്, ഇലക്ട്രിക്കൽ സ്റ്റെപ്പ് ഫോർ യുടെ 5ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഡിപ്ലോമ ലെവലിലെ 6ാമത്തെ സെമസ്റ്ററിലെ ഇലക്ട്രിക്കൽ മെഷീൻസ് ലാബിലെ ഓൾട്ടർനേറ്ററിൻ്റെ ചെയ്യുന്ന ഒരു ലാബ് എക്സ്പെരിമെൻ്റാണ്. അത് റെഗുലേഷൻ ഓഫ് ഓൾട്ടർനേറ്റർ ബൈ ഡയറക്റ്റ് ലോഡിംഗ്. ഓൾട്ടർനേറ്ററിൻ്റെ റെഗുലേഷൻ ഡയറക്റ്റ് ലോഡിങ്ങിലൂടെ കണ്ടുപിടിക്കാം. റെഗുലേഷൻ ഓഫ് ഡയറക്റ്റ് ലോഡിംഗ്. ഇതിൻ്റെ നമ്മുടെ എയിം എന്ന് പറയുന്നത് പ്ലോട്ട് ലോഡ് കറണ്ട് VS പെർസെൻറ്റേജ് റെഗുലേഷൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഓൾട്ടർനേറ്ററിൻ്റെ റെഗുലേഷൻ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്ററിനെ ഫുൾ ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലോഡ് സഡനായിട്ട് റിമൂവ് ചെയ്യുമ്പോൾ ടെർമിനൽ വോൾട്ടേജിലുണ്ടാവുന്ന റൈസ്, ആ റൈസിനെ മെഷീൻ്റെ റേറ്റഡ് വോൾട്ടേജിൻ്റെ പെർസെൻറ്റേജിൽ പറയുന്നതിനെയാണ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്ററിൻ്റെ റെഗുലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് ഡയറക്റ്റ് വേ, നേരിട്ട് നമുക്ക് ജനറേറ്ററിൽ ലോഡ് ടെസ്റ്റ് നടത്തി അതിൻ്റെ ലോഡ് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് മെഷർ ചെയ്യുക. അതിനെ ആ ലോഡ് വോൾട്ടേജും ജനറേറ്റഡ് വോൾട്ടേജും ഡയറക്റ്റ് വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്ത് റെഗുലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് വേ ആണ്. ഇൻഡയറക്റ്റ് വേയിൽ നമ്മൾ ഓൾട്ടർനേറ്ററിൻ്റെ റെഗുലേഷൻ കണ്ടുപിടിക്കുന്നത് ഓൾട്ടർനേറ്ററിൻ്റെ സം ഡാറ്റാസ്, അതിൻ്റെ വൈൻഡിങ് റെസിസ്റ്റൻസ്, റിയാക്ടൻസ് പോലുള്ള സം ഡാറ്റാസിൽ നിന്ന് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വഴി റെഗുലേഷൻ കണ്ടുപിടിക്കാം. ഇത് ഇൻഡയറക്റ്റ് വേയിൽ റെഗുലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3-4 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒന്ന് EMF മെത്തേഡ് എന്ന് പറയും. സെക്കൻഡ് മെത്തേഡ് MMF മെത്തേഡ്. തേർഡ് മെത്തേഡ് ZPF മെത്തേഡ്. ഫോർത്ത് മെത്തേഡ് ന്യൂ ASA മെത്തേഡ് എന്ന് പറയും. ASA മെത്തേഡ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് അസോസിയേഷൻ എന്നാണ് പേര്. ന്യൂ ASA മെത്തേഡ്. ആൻഡ് ഫിഫ്ത്ത് വൺ സാച്ചുറേറ്റഡ് സിൻക്രണസ് റിയാക്റ്റൻസ് മെത്തേഡ് എന്ന് പറയും. റിയാക്റ്റൻസ് മെത്തേഡ്. ഇത് ഇൻഡയറക്റ്റ് വേ ആണ്. നമ്മുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് വഴി ഈ ഓരോ മെത്തേഡിലും റെഗുലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സർട്ടൻ ഇക്വേഷൻസ് ഉണ്ട്. അതുവഴി റെഗുലേഷൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ തിയറി ഭാഗങ്ങൾ എടുക്കുന്ന സമയത്ത് കൂടുതൽ വിശദമായിട്ട് പരിശോധിക്കാം. അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ സെഷനിലേക്ക് പോകാം. ഡയറക്റ്റ് വേയിൽ എങ്ങനെയാണ് എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുന്നത്? അതിനു മുമ്പായിട്ട് ഈ ഡയറക്റ്റ് വേ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫ് പറയാം. നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യാനെടുക്കുന്ന ഓൾട്ടർനേറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 415 വോൾട്ട് 3 kVA ഓൾട്ടർനേറ്ററാണ്. അതിൻ്റെ റേറ്റഡ് ഫ്രീക്വൻസി 50 Hz ആണ്. അതിൻ്റെ റേറ്റഡ് RPM എന്ന് പറയുന്നത് 1500 RPM ആണ്. ഈ ഓൾട്ടർനേറ്ററിലാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് 4 ആമ്പിയർ ആണ്. നോക്കാം, നമ്മുടെ ഒരു ഓൾട്ടർനേറ്ററിൻ്റെ ടെർമിനൽ വോൾട്ടേജ് ത്രൂ ഔട്ട് ദ ലോഡ് കണ്ടീഷനിൽ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടണം. ഇതാണ് നമ്മുടെ ഒരു റിക്വയർമെൻറ്റ്. ബട്ട് പല കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ ടെർമിനൽ വോൾട്ടേജ് ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് റെഗുലേഷൻ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് റെഗുലേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ നമുക്കതിൻ്റെ തിയറി ഭാഗങ്ങൾ വരുമ്പോൾ കൂടുതലായിട്ട് നോക്കാം. അപ്പം നമുക്ക് ലോഡ് ചെയ്യുന്ന സമയത്ത്
ടെർമിനൽ വോൾട്ടേജിലുണ്ടാകുന്ന വിവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന കുറവ്, ആ കുറവ് നമുക്ക് എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാം. നമ്മളുടെ ആവശ്യം എൻ്റയർ ലോഡ് കണ്ടീഷനിലും അതിൻ്റെ ടെർമിനൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുകയാണ് വേണ്ടത്. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ ലോഡ് ചെയ്യുമ്പോൾ ടെർമിനൽ വോൾട്ടേജ് കുറയും. അപ്പോൾ ഓരോ ആംബിയർ ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് മെഷീൻ്റെ ഇൻറ്റേർണൽ പ്രോപ്പർട്ടീസ് അനുസരിച്ചിട്ട് സർട്ടൻ വോൾട്ടേജ് ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഡ്രോപ്പിന് ആനുപാതികമായിട്ട് കൂടുതൽ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യിച്ചാൽ നമുക്ക് ആ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിൽ നിന്ന് ഡ്രോപ്പ് വോൾട്ടേജ് കുറച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് സ്റ്റഡി ആയിട്ട് കിട്ടും. നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ടെർമിനൽ കറണ്ട് എന്ന് പറയുന്നത് ലോഡ് കറണ്ട്, മെഷീൻ്റെ ലോഡ് കറണ്ട് IL, അതേപോലെ മെഷീൻ്റെ ടെർമിനൽ വോൾട്ടേജ് V. നമുക്കിവിടെ ഓരോ ലോഡ് കറണ്ടിന് ആനുപാതികമായിട്ട് എത്ര വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതേപോലെ അതിൻ്റെ ജനറേറ്റഡ് വോൾട്ടേജ് E0. എഗെയിൻ നമുക്കൊരു വിയും കൂടി മാർക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ റെഗുലേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. റെഗുലേഷൻ എന്ന് പറയുന്നത് E0 മൈനസ് V/V ഇൻറ്റു 100 ആണ്. ഇവിടെ V എന്ന് പറയുന്നത് ഓൾട്ടർനേറ്ററിൻ്റെ റേറ്റഡ് ടെർമിനൽ വോൾട്ടേജാണ്. E0 എന്ന് പറയുന്നത് നോ ലോഡ് ജനറേറ്റഡ് വോൾട്ടേജ് ആണ്, ജനറേറ്റഡ് EMF ആണ്. ഓൾട്ടർനേറ്ററിൽ വൈൻഡിങ്ങിന് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജാണ് E0 എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഓൾട്ടർനേറ്ററിൻ്റെ കേസ് എടുക്കുക. അപ്പോൾ ജനറേറ്ററിൽ നമ്മൾ ജനറേറ്ററിനെ റേറ്റഡ് വോൾട്ടേജിൽ റൺ ചെയ്യിച്ചു. ഇനി ലോഡ് കറണ്ട് ഓരോ ലോഡ് കൂട്ടുന്നതിനനുസരിച്ച് ലോഡ് കറണ്ട് കൂടും. ആ സമയത്ത് ടെർമിനൽ വോൾട്ടേജിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഉദാഹരണത്തിന് ഈ ജനറേറ്ററിൻ്റെ ടെർമിനൽ വോൾട്ടേജ് 1 ആംപിയർ കൂടുമ്പോൾ 1 ആംപിയറിന് ആനുപാതികമായിട്ട് 5 വോൾട്ട് കുറയുന്നു എന്ന് വിചാരിക്കാം. 1 ആംപിയറിന് 5 വോൾട്ട് ഡ്രോപ്പ് ആവുന്നു എന്ന് വിചാരിക്കാം. നമ്മൾ ഇനിഷ്യലി ലോഡ് കറണ്ട് എന്ന് പറയുന്നത് 0 ആണ്. ആ സമയത്ത് ഓൾട്ടർനേറ്ററിൻ്റെ റേറ്റഡ് ടെർമിനൽ വോൾട്ടേജ് 415 അതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് വോൾട്ട് മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റി. ആ സമയത്ത് ഡ്രോപ്പ് 0 ആണ്. ലോഡ് ഓപ്പൺ ആയതുകൊണ്ട് ടെർമിനൽ വോൾട്ടേജിൽ കിട്ടുന്ന സെയിം വാല്യൂ തന്നെയായിരിക്കും അതിൻ്റെ ജനറേറ്റഡ് വോൾട്ടേജ്. E0 എന്ന് പറയുന്നതും 415 തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഓൾട്ടർനേറ്ററിനെ ലോഡ് ചെയ്ത് സപ്പോസ് 1 ആംപിയർ ലോഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 1 ആംപിയർ ലോഡ് ചെയ്ത സമയത്ത് ടെർമിനൽ വോൾട്ടേജ് 415 നിന്ന് 5 വോൾട്ടേജ് കുറഞ്ഞ് 410 എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് ഡ്രോപ്പായി. ഓക്കെ, ഇനി 2 ആംപിയർ ലോഡ് ചെയ്തു. 2 ആംപിയർ ലോഡ് ചെയ്തപ്പം നമുക്ക് 5 വോൾട്ടും കൂടി കുറഞ്ഞു. 410 നിന്ന് അത് 405 കുറഞ്ഞു. 2 ആംപിയറിന് 10 വോൾട്ട് കുറഞ്ഞു. അപ്പം 415 നിന്ന് 405 കുറഞ്ഞു. 10 വോൾട്ട് ഡ്രോപ്പായി എന്ന് വിചാരിക്കാം. അതേപോലെ 3 ആംപിയർ വന്നു, അത് 400 വോൾട്ടായി. അപ്പോൾ 15 വോൾട്ടേജ് കുറഞ്ഞു. 4 ആംപിയർ ലോഡ് ചെയ്തു, 395 അത് 20 വോൾട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞു തന്നുള്ളൂ. പക്ഷേ നമുക്ക് ടെർമിനൽ വോൾട്ടേജ് ഓൾവേസ് നമുക്ക് 415 തന്നെ കിട്ടണം. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ ടെർമിനൽ വോൾട്ടേജ് നമുക്ക് 415 തന്നെ കിട്ടും, പ്രശ്നങ്ങളൊന്നുമില്ല. ടെർമിനൽ ലോഡ് കറണ്ട് 0 ആണ്, ഡ്രോപ്പുകളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി 1 ആംപിയർ ലോഡ് ചെയ്യുന്ന സമയത്ത് ടെർമിനൽ വോൾട്ടേജ് നമുക്ക് 415 തന്നെ കിട്ടണം. അപ്പോൾ നോക്കുക, ഈ സമയത്ത് ജനറേറ്റഡ് വോൾട്ടേജ് നമ്മളുടെ നോ ലോഡ് കണ്ടീഷനിലെ ജനറേറ്റഡ് വോൾട്ടേജ് 415 ആണ്. 1 ആംപിയർ ലോഡ് ചെയ്യുമ്പോൾ 5 വോൾട്ട് കുറയും.
ഈ 1 ആമ്പിയർ ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 420 വോൾട്ട് ജനറേറ്റ് ചെയ്യിച്ചു എന്ന് വിചാരിക്കുക. 420 വോൾട്ടേജ് ജനറേറ്റ് ചെയ്താൽ 5 വോൾട്ട് ഡ്രോപ്പും കഴിഞ്ഞിട്ട് നമുക്ക് 415 ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ. അതേപോലെ 2 ആമ്പിയർ ലോഡ് ചെയ്യുന്ന സമയത്ത് 10 വോൾട്ടാണ് ഡ്രോപ്പ്. അപ്പോൾ നമുക്ക് ഈ ഡ്രോപ്പ് 415 കൂടെ ആഡ് ചെയ്തിട്ട് 425 വോൾട്ട് ജനറേറ്റ് ചെയ്യിക്കുമായിരുന്നു എങ്കിൽ 10 വോൾട്ടും കൂടെ കുറഞ്ഞിട്ട് നമുക്ക് 415 ഔട്ട്പുട്ടിൽ കിട്ടുമായിരുന്നു. അതേപോലെ 430 വോൾട്ട് ആൾട്ടർനേറ്ററിൻ്റെ വൈൻഡിങ്ങിൽ ജനറേറ്റ് ചെയ്യിക്കുമായിരുന്നുവെങ്കിൽ നമുക്ക് 415 വോൾട്ട് 15 വോൾട്ട് കഴിഞ്ഞിട്ട് നമുക്ക് 415 ഔട്ട്പുട്ട് കിട്ടും. അതേപോലെ 435 ജനറേറ്റ് ചെയ്യിക്കുവാണെങ്കിൽ നമുക്കിവിടെ 415 കിട്ടും. അപ്പോൾ ഏതാണോ ഡ്രോപ്പ് ആ ഡ്രോപ്പിന് ആനുപാതികമായ ആ ഡ്രോപ്പും കൂടെ കൂട്ടി ജനറേറ്റ് ചെയ്യിപ്പിക്കുവാണെങ്കിൽ ഡ്രോപ്പ് കഴിച്ച ഭാഗം നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ആ വോൾട്ടേജ് സ്റ്റഡി ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് ജനറേറ്ററിൻ്റെ വോൾട്ടേജ് കൂട്ടാൻ വേണ്ടിയിട്ട് 2 മാർഗ്ഗങ്ങളാണുള്ളത്. അതിൽ ഒരു സാധ്യത എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡ് കൂട്ടുക, അടുത്തൊരു സാധ്യത അതിൻ്റെ ഫീൽഡ് എക്സൈറ്റേഷൻ കൂട്ടുക എന്നുള്ളത്, ഫീൽഡ് ആംബിയർ ടേൺസ്. സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ ഓൾട്ടർനേറ്ററിൻ്റെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരും. പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം അതിൻ്റെ ഫീൽഡ് എക്സൈറ്റേഷനാണ്. അപ്പോൾ ഓൾട്ടർനേറ്ററിൻ്റെ ഡ്രോപ്പിന് ആനുപാതികമായ അഡീഷണൽ ഫീൽഡ് എക്സൈറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ടെർമിനൽ വോൾട്ടേജ് നമുക്ക് സ്റ്റഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നോട്ടിൽ നിന്ന് 415 അല്ലെങ്കിൽ റേറ്റ് ടെർമിനൽ വോൾട്ടേജ് കുറയ്ക്കുമ്പോൾ ആ ഡിഫറൻസിൻ്റെ പെർസെൻറ്റേജാണ് റെഗുലേഷൻ എന്ന് പറയുന്നത്. പെർസെൻറ്റേജ് റെഗുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് വേയിലും ഇൻഡയറക്റ്റ് വേയിലും വിവിധ മെത്തേഡുകളിലും ഒക്കെ നമ്മളിത് തന്നെയാണ് ചെയ്യുന്നത്. EMF മെത്തേഡിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചിലരെങ്കിലും തിയറിയിൽ പഠിച്ചിട്ടുണ്ടാവും. EMF മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് നോ ലോഡിലുള്ള റൈറ്റ് ടെർമിനൽ വോൾട്ടേജിനോട് കൂടിയിട്ട് IXL ഡ്രോപ്പും IARA ഡ്രോപ്പും കണ്ടുപിടിച്ചിട്ട് വെക്ടോറിക്കലി ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ നോട്ട് എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നത്. MMF മെത്തേഡിലും അതേപോലെ തന്നെ നോ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീൽഡ് കറണ്ട്, അതേപോലെ ഡ്രോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീൽഡ് കറണ്ട്, ഇവ തമ്മിൽ വെക്ടോറിക്കലി ആഡ് ചെയ്തിട്ട് റിസൾട്ടൻ്റ് ഫീൽഡ് കറണ്ട് കണ്ടുപിടിക്കും. ആ റിസൾട്ടൻ്റ് ഫീൽഡ് കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് നോട്ട് എടുക്കുന്നത്. ദെൻ നോട്ട് മൈനസ് റേറ്റഡ് ടെർമിനൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ റേറ്റഡ് ടെർമിനൽ വോൾട്ടേജ് ആണ് അതിൻ്റെ റെഗുലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഇനി അത് ചെയ്യുന്നതെന്ന് കൂടി നോക്കാം. ഫസ്റ്റ് അതിൻ്റെ എയിം നമ്മൾ പറഞ്ഞു, ILVS പെർസെൻറ്റേജ് റെഗുലേഷൻ ഗ്രാഫ് വരയ്ക്കുമായിരുന്നു. നമുക്കിതിന് വേണ്ട സർക്യൂട്ട് ഡയഗ്രാം അതേപോലെ മീറ്റേഴ്സും നമുക്ക് നോക്കാം. ലാബിൽ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ്. ഇപ്പോൾ ഓൾട്ടർനേറ്ററിൽ ഇലക്ട്രിക്കൽ മെഷീൻസ് ലാബിലെ ഓൾട്ടർനേറ്റർ അതിൻ്റെ പ്രൈമറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒന്നുകിൽ DC ഷണ്ട് മോട്ടറോ അല്ലെങ്കിൽ DC കോമ്പൗണ്ട് മോട്ടറോ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു DC ഷണ്ട് മോട്ടറാണ് അതിൻ്റെ പ്രൈമറായിട്ട് എടുക്കുന്നത്. DC ഷണ്ട് മോട്ടോറിനെ ഒരു 3 പോയിന്റ് സ്റ്റാർട്ടർ വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. LFA സ്റ്റാർട്ടർ ടെർമിനലാണ്. ഫീൽഡിൽ നിന്നും സ്റ്റാർട്ടറിൻ്റെ ഫീൽഡ് ടെർമിനലിൽ നിന്നും DC മോട്ടോറിൻ്റെ ഫീൽഡിലേക്ക് കണക്ട് ചെയ്യാം. സ്പീഡ് വേരി ചെയ്യിക്കാൻ വേണ്ടിയിട്ട് റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്യാം. ഇവിടെ നമുക്കൊരു 220 ohm 2.8 ആംപിയർ റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്യാം. ഇത് F1 F2 ഇവിടെ A1 A2. DC മോട്ടർ 220 വോൾട്ട് DC ആണ്. നമുക്ക് ഈ സ്വിച്ചിനെ S1 എന്ന് വിളിക്കാം. ഇതിനോട് ഡയറക്റ്റ് കപ്പിൾ ചെയ്തിരിക്കുന്ന ഓൾട്ടർനേറ്ററാണ്.
3 ഫേസ് ഓൾട്ടർനേറ്ററാണ്. ഓൾട്ടർനേറ്ററിൻ്റെ ലോഡ് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അമ്മീറ്റർ വേണം. അതേപോലെ അതിൻ്റെ ടെർമിനൽ വോൾട്ടേജും ഇയും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വോൾട്ട് മീറ്റർ വേണം. നമ്മളിവിടെ ലോഡായിട്ട് ഉപയോഗിക്കുന്നത് ലാമ്പ് ലോഡാണ്. ഇവിടെ നമ്മൾ ഒരു 3 ഫേസ് ലാമ്പ് ലോഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു 3 പോൾ സ്വിച്ച് ഉപയോഗിച്ചിട്ട് ലാമ്പ് ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നു. 3 ഫേസ് ലാമ്പ് ലോഡാണ്. ഓൾട്ടർനേറ്ററിൻ്റെ ന്യൂട്രലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ന്യൂട്രൽ ഒരു സ്വിച്ച് വഴി കണക്ട് ചെയ്യാം. ഇനി വേണ്ടത് ഫീൽഡ് വൈൻഡിങ് കൂടിയാണ് വരയ്ക്കേണ്ടത്. ഓൾട്ടർനേറ്ററിൻ്റെ ഫീൽഡിനെ എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് റിയോസ്റ്റാറ്റ് വഴി കണക്ട് ചെയ്യാം. ഫീൽഡ് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫീൽഡ് ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യാം. അതിനുശേഷം ഓൾട്ടർനേറ്ററിൻ്റെ ഫീൽഡിലേക്ക് കണക്ട് ചെയ്യാം. ഓൾട്ടർനേറ്ററിൻ്റെ ഫീൽഡ് F1 F2 ഇത് RYBN. ഓൾട്ടർനേറ്ററിൻ്റെ ഫീൽഡ് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് 220 വോൾട്ട് DC ആയിരിക്കും. കാരണം ലാബുകളിലെല്ലാം 220 വോൾട്ട് DC ആയിരിക്കും ഉണ്ടാവും. ഇവിടെ നമുക്ക് 220 ഓം 2.8 ആംബിയറിൻ്റെ റിയോസ്റ്റാറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓൾട്ടർനേറ്ററിൻ്റെ ഫീൽഡ് എക്സൈറ്റേഷൻ ഫീൽഡ് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 0 to 2.5 ഫീൽഡ് കറണ്ട് എത്രയാണോ അതിന് തൊട്ട് മുകളിലുള്ള ഒരു റേഞ്ചിലുള്ള DC അമ്മീറ്റർ എടുക്കുക. 2.5 ആംബിയർ MC ഇൻസ്ട്രുമെൻ്റ്. ഞാൻ പറഞ്ഞു നമ്മളിവിടെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ എടുത്തത് മെഷീൻ എന്ന് പറയുന്നത് 450 വോൾട്ട് 3 kVA 50 ഹെർട്സ് ഓൾട്ടർനേറ്ററാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റഡ് വോൾട്ടേജ് 415 ആയിരുന്നു. അപ്പോൾ നമുക്കിവിടെ വോൾട്ട് മീറ്റർ 0 to 500 വോൾട്ട് MI ഇൻസ്ട്രുമെൻ്റാണ്. ഇവിടെ അമ്മീറ്റർ 0 to 4 ആംബിയറാണ് കറണ്ട്. നമുക്ക് 5 ആംബിയർ അമ്മീറ്റർ എടുക്കാം, അല്ലെങ്കിൽ 10 ആംബിയർ എടുക്കാം. 0 to 5 ആംബിയർ അമ്മീറ്റർ MI. വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 0 to 500 വോൾട്ട് MIയുടെ വോൾട്ട് മീറ്റർ. ഇവിടെ ലാമ്പ് ലോഡ്. ഈ ലാമ്പ് ലോഡ് 3 ഫേസ് ലാമ്പ് ലോഡാണ്. ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് 3 ഫേസിലും ലാമ്പ് ലോഡ് ചെയ്യും. ബാലൻസ്ഡ് ലോഡ് കിട്ടാൻ വേണ്ടിയിട്ട് 3 ഫേസിലും ലാമ്പ് കിട്ടത്തക്ക രീതിയിലാണ് ലാമ്പ് ലോഡ് ഉണ്ടാവുക. ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് 3 ഫേസിലും ലാമ്പുകൾ ഓണാകും. ഇനി നമ്മൾ എങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ടാബുലർ കോളം കൂടെ വേണം. നമുക്ക് ടാബുലർ കോളം കൂടെ വരയ്ക്കാം. ഇവിടെ സീരിയൽ നമ്പർ, ദെൻ ടെർമിനൽ വോൾട്ടേജ് V, അതുപോലെ ലോഡ് കറണ്ട് IL, നെക്സ്റ്റ് ഫീൽഡ് കറണ്ട് നമുക്ക് എടുക്കാം. ദെൻ E0 മെഷർ ചെയ്യാം. ദെൻ പെർസെൻറ്റേജ് R ഈക്വൽ ടു E0 മൈനസ് V/V ഇൻറ്റു 100. ഓക്കെ, ഈ സ്വിച്ച് S2, സ്വിച്ച് S3. എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്, എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഇനിഷ്യലി നമ്മൾ S1, S2, S3 ഓപ്പൺ ആണ്. അതേപോലെ 3 ഫേസ് ലാമ്പ് ലോഡിൻ്റെ ഓരോ ലാമ്പ് യൂണിറ്റുകളുടെ സ്വിച്ചസും ഓപ്പൺ ആയിട്ട് ഓഫ് പൊസിഷനിലാണെന്നുള്ളത് ഉറപ്പുവരുത്തണം. അതേപോലെ ഫീൽഡ് ഓൾട്ടർനേറ്ററിൻ്റെ ഫീൽഡ് റിയോസ്റ്റാറ്റ് മിനിമം പൊസിഷനിലായിരിക്കണം. അതേപോലെ
മോട്ടോറിൻ്റെ ഫീൽഡ് റിയോസ്റ്റാറ്റും മിനിമം സ്പീഡ് പൊസിഷനിലായിരിക്കണം. ആദ്യം S1 ഓൺ ചെയ്യാം. ബാക്കിയുള്ള സ്വിച്ചസ് ഒക്കെ ഓഫ് പൊസിഷനിലാണ്. S1 ഓൺ ചെയ്യുന്നു. 3 പോയിൻ്റ് സ്റ്റാർട്ടർ ഉപയോഗിച്ചിട്ട് DC ഷണ്ട് മോട്ടോറിനെ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഫീൽഡ് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഷണ്ട് മോട്ടോറിനെ റേറ്റഡ് RPMലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ഓൾട്ടർനേറ്ററിൻ്റെ RPM എന്ന് പറയുന്നത് 1500 RPM ആണ്. 1500 RPMലേക്ക് ഫീൽഡ് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രൈം മൂവറിനെ കൊണ്ടുവരിക. സ്പീഡ് മെഷർ ചെയ്യാൻ ടാക്കോമീറ്റർ ഉപയോഗിച്ചിട്ട് സ്പീഡ് മെഷർ ചെയ്യുക. 1500 RPM ആയാൽ 1500 RPM ആക്കി വയ്ക്കുക. അതിനുശേഷം ഓൾട്ടർനേറ്ററിൻ്റെ ഫീൽഡ് എക്സൈറ്റേഷൻ ഓൺ ചെയ്യുക. അതായത് സ്വിച്ച് S3 ഓൺ ചെയ്യുക. S3 ഓൺ ചെയ്തതിന് ശേഷം ഓൾട്ടർനേറ്ററിൻ്റെ ഫീൽഡ് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടെർമിനൽ വോൾട്ടേജ് റേറ്റഡ് ആക്കി ബിൽഡ് ചെയ്യുക. ഈ വോൾട്ട്മീറ്റർ നോക്കി സ്വിച്ച് ഓപ്പൺ ആണ്. ടെർമിനൽ വോൾട്ടേജ് 415 ആവുന്നത് വരെ ഫീൽഡ് എക്സൈറ്റേഷൻ ഇൻക്രീസ് ചെയ്യുക. 415 ആക്കി നിർത്തുക. ആ സമയത്ത് ഒന്നും കൂടി സ്പീഡ് ചെക്ക് ചെയ്ത് നോക്കുക. 1500 RPM ആണോ റേറ്റഡ് സ്പീഡാണോ നോക്കുക. റേറ്റഡ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റേറ്റഡ് സ്പീഡാക്കി തന്നെ നിലനിർത്തുക. അപ്പോൾ ഇത്രയും ആയ സമയം ഓൾട്ടർനേറ്ററിനെ നോ ലോഡ് കണ്ടീഷനിൽ നമ്മൾ റൺ ചെയ്യിക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് വോൾട്ട് നമുക്ക് എടുക്കാം. ടെർമിനൽ വോൾട്ടേജ് ഇവിടെ 415 ആണ്. ലോഡ് കറണ്ട് 0 ആണ്. സ്വിച്ച് S2 ഓപ്പൺ ആയിരുന്നു. ലോഡ് കറണ്ട് 0 ആണ്. ഈ സമയത്തുള്ള ഫീൽഡ് കറണ്ട് നിങ്ങൾ എടുക്കുന്നു IF1. ഈ സമയത്തുള്ള ജനറേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 415 തന്നെയാണ്. പെർസെൻറ്റേജ് റെഗുലേഷൻ കാണാം. ഇനി സ്റ്റെപ്പ് നമ്പർ 2, മെഷീനെ നമ്മൾ ലോഡ് ചെയ്യാൻ പോവുകയാണ്. സ്വിച്ച് S2 ക്ലോസ് ചെയ്യുക. S2 ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ ഓരോ യൂണിറ്റ് ലാമ്പുകളുടെ സ്വിച്ചസ് ഓപ്പൺ ആണ്, ഓഫ് പൊസിഷനിലാണ്. ആദ്യം നമ്മൾ ഒരു സെറ്റ് ലാമ്പ് ഓൺ ചെയ്യുക. ഒരു സെറ്റ് ലാമ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് 3 ഫേസിൽ ലാമ്പ് കത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. 3 ലാമ്പുകളും കത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ലാമ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇൻ കേസ് പ്രൈം മൂവറിൽ പവർ ചെയ്യുന്ന DC പവർ സപ്ലൈയുടെ റെഗുലേഷൻ കൊണ്ടോ പ്രൈം മൂവറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടോ ഒരു പക്ഷേ സ്പീഡ് കുറയാം. സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പീഡ് നിങ്ങൾ വീണ്ടും ഷണ്ട് മോട്ടോറിൻ്റെ ഫീൽഡ് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 1500 ആക്കുക. 1500 ആക്കിയതിന് ശേഷം ടെർമിനൽ വോൾട്ടേജ് 415 കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. 415 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഓൾട്ടർനേറ്ററിൻ്റെ ഫീൽഡ് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 415 എഗെയിൻ ബിൽഡപ്പ് ചെയ്യുക. 415 ബിൽഡപ്പ് ചെയ്തതിന് ശേഷം ടെർമിനൽ വോൾട്ടേജ് ഇപ്പോൾ 415 ആണ്. സ്പീഡ് 1500 RPM ആണ്. ഈ സമയത്തുള്ള ഫീൽഡ് കറണ്ട് IL1 എടുക്കുക. ദെൻ ആ സമയത്തുള്ള ഫീൽഡ് കറണ്ട് ലോഡ് കറണ്ട് IL1 എടുക്കുക. ഫീൽഡ് കറണ്ട് IF2 എടുക്കുക. അതിനുശേഷം സ്വിച്ച് S2 ഈ വോൾട്ടേജും ലോഡ് കറണ്ടും ഫീൽഡ് കറണ്ടും എടുത്തതിന് ശേഷം സ്വിച്ച് S2 സഡനായിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത സമയം ഒരു പക്ഷേ സ്പീഡ് കൂടിയിട്ടുണ്ടാവാം. അപ്പം നിങ്ങൾ വീണ്ടും സ്പീഡ് ചെക്ക് ചെയ്യുക. സ്പീഡ് ചെക്ക് ചെയ്തതിന് ശേഷം 1500 കൂടിയിട്ടുണ്ടെങ്കിൽ സ്പീഡ് റെഡ്യൂസ് ചെയ്ത് 1500 കൊണ്ടുവരിക. 1500 കൊണ്ടുവന്നതിന് ശേഷം ടെർമിനൽ വോൾട്ടേജ് E0 വോൾട്ട് മീറ്ററിൽ നോക്കുക. ആ സമയത്ത് വോൾട്ട് മീറ്റർ റീഡ് ചെയ്യുന്നതായിരിക്കും E0 എന്ന് പറയുന്നത്. ഇപ്പം നമുക്കിവിടെ E0 1 കിട്ടി. സോറി E0 2. 415 1 ആയിട്ട് എടുത്താൽ ഇത് E0 2 കിട്ടി. ഇനി തേർഡ് റീഡിങ്. ഈ സമയം നിങ്ങളിവിടെ ഒരു സെറ്റ് ലാമ്പ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്വിച്ച് S2 ഓപ്പൺ ആയിരുന്നു. എന്നാലും ഇവിടെ ഈ ലാമ്പ് ലോഡ് യൂണിറ്റിൻ്റെ ഒരു സെറ്റ് ലാമ്പ് ഓൺ പൊസിഷനിലാണ്. നിങ്ങളത് ഓഫ് പൊസിഷനിലേക്ക് മാറ്റുക. ഇനി അത് ഓഫ് പൊസിഷനിലേക്ക് മാറ്റാൻ പറയാൻ കാരണം നിങ്ങൾ 2-3 ലാമ്പുകളൊക്കെ ഇനി അടുത്ത സ്റ്റെപ്പുകളിൽ 2-3 ലാമ്പുകളൊക്കെ ഓൺ ചെയ്യുന്നുണ്ടാവും. ഇനി ഡയറക്റ്റ് ഇത് S2 ക്ലോസ് ഈ സ്വിച്ചസ് ഓഫ് ചെയ്യാതെ S2 ക്ലോസ് ചെയ്യുവാണെങ്കിൽ മെഷീൻ സഡനായിട്ട് ഒരു ഹൈ ലോഡിലേക്ക് വരും.
അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഗ്രാജുവലായിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ലാമ്പ് ഓഫ് ചെയ്യുക. അതിനുശേഷം S2 ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഒരു സെറ്റ് ലാമ്പുകളായിരിക്കും ഓൺ ചെയ്തിട്ടുണ്ടാവുക. ഇനി I2 കറണ്ടിന് വേണ്ടിയിട്ട് അതർ ലാമ്പ് 2-3 സെറ്റ് സ്വിച്ചസ് ലാമ്പുകൾ കൂടി ഓൺ ചെയ്യുക, സെറ്റ് ലാമ്പുകൾ കൂടി ഓൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ I2 വേണ്ടിയിട്ടുള്ള ലാമ്പായി ലോഡായി. ആൾട്ടർനേറ്ററിനെ ലോഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ലോഡ് ചെയ്ത സമയത്ത് നിങ്ങൾ സ്പീഡ് ചെക്ക് ചെയ്യുക. സ്പീഡ് 1500 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽഡ് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 1500 RPM ആക്കുക. അതിനുശേഷം ആൾട്ടർനേറ്ററിൻ്റെ ഫീൽഡ് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടെർമിനൽ വോൾട്ടേജ് അഗെയിൻ 415 തന്നെ ബിൽഡപ്പ് ചെയ്യുക. സ്പീഡ് 1500 RPM ടെർമിനൽ വോൾട്ടേജ് 415 ആക്കിയതിനു ശേഷം ലോഡ് കറണ്ട് എടുക്കുക. ആ മീറ്റർ നോക്കി ലോഡ് കറണ്ട് IL2 എടുക്കുക. ആ സമയത്തിൽ IF3 എടുക്കുക. ദെൻ S2 സഡനായിട്ട് ഓപ്പൺ ചെയ്യുക. S2 ഓപ്പൺ ചെയ്ത സമയത്ത് സ്പീഡ് വേരി ചെയ്തിട്ടുണ്ടാവും, സ്പീഡ് കൂടിയിട്ടുണ്ടാവും. ഫീൽഡ് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്പീഡ് അഗെയിൻ 1500 ഫിക്സ് ചെയ്യുക. ദെൻ നിങ്ങൾ വോൾട്ട് മീറ്ററിൽ നോക്കുമ്പോൾ 415 കൂടിയൊരു വോൾട്ടേജ് ഇവിടെ ഉണ്ടാവും. അതാണ് E03. ഈ സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഫോർത്ത് റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് സ്വിച്ച് S2 ക്ലോസ് ചെയ്യുക. ഇവിടുത്തെ സ്വിച്ചസ് എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം S2 ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം ഫോർത്ത് റീഡിങ്ങിനുള്ള ലാമ്പ് ലോഡ് ഓൺ ചെയ്യുക. ലാമ്പ് ലോഡ് ഓൺ ചെയ്യുന്ന സമയത്ത് സ്പീഡ് 1500 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽഡ് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആൾട്ടർനേറ്ററിൻ്റെ സ്പീഡ് 1500 എത്തിക്കുക. സ്പീഡ് 1500 എത്തിയതിന് ശേഷം ടെർമിനൽ വോൾട്ടേജ് 415 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾട്ടർനേറ്ററിൻ്റെ ഫീൽഡ് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 415 വോൾട്ട് എത്തിക്കുക. ആ സമയത്തുള്ള ടെർമിനൽ വോൾട്ടേജ് 415, ലോഡ് കറണ്ട് IL3, ആ സമയത്തുള്ള ഫീൽഡ് കറണ്ട് എടുക്കുക. അതിനുശേഷം സ്വിച്ച് സഡനായിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത സമയത്ത് സ്പീഡ് കൂടിയിട്ടുണ്ടാവും. സ്പീഡ് അഗെയിൻ 1500 തിരിച്ചു കൊണ്ടുവരിക. ആ സമയത്തുള്ള ഈ വോൾട്ട് മീറ്ററിലെ വോൾട്ടേജ് എടുക്കുക. അതാണ് E04. ഓക്കെ, ഇത് എക്സ്പെരിമെൻ്റ് മെഷീൻ്റെ റേറ്റഡ് കറണ്ട് വരെ ഇതേ പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്തതിന് ശേഷം റെഗുലേഷൻ കർവ് വരയ്ക്കുക. X ആക്സിസിൽ ലോഡ് കറണ്ടും Y ആക്സിസിൽ പെർസെൻറ്റേജ് റെഗുലേഷനും വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കാം. നമുക്കറിയാം റെഗുലേഷൻ എന്ന് പറയുന്നത് E0 - V/V × 100 ആണ്. ദെൻ ഈ ഫസ്റ്റ് കേസിൽ ഈ വിയും E0 സെയിം ആണ്. ദെൻ E0 - V എന്ന് പറയുന്നത് 0 വരും. ദെൻ ഗ്രാഫ് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫ് കിട്ടും. ഇതാണ് ഓൾട്ടർനേറ്ററിൻ്റെ റെഗുലേഷൻ ഡയറക്റ്റ് ലോഡിങ്ങിൽ കണ്ടുപിടിക്കുന്നതിനുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊസീജിയർ. ഇത് എക്സ്പെരിമെൻ്റ് ശരി എഴുതുന്നതിൽ എയിം, അതിൻ്റെ പ്രിൻസിപ്പിൾ, അപ്പാരറ്റസ് റിക്വയർഡ്, സർക്യൂട്ട്, പ്രൊസീജിയർ, ഗ്രാഫ്, റിസൾട്ട്, ഈ മോഡൽ എഴുതുക. പ്രിൻസിപ്പിൾ എഴുതുന്ന സമയത്ത് റെഗുലേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, റെഗുലേഷൻ്റെ ഇക്വേഷൻ അത്രയും എഴുതുക. ദെൻ റിസൾട്ട്. എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ലാബ് സെഷനിൽ, അടുത്ത ക്ലാസ്സുകളിൽ, അടുത്ത ഓൾട്ടർനേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡയറക്റ്റ് ലോഡിങ്ങിലെ വിവിധ മെത്തേഡുകൾ അടുത്ത ലാബ് സെഷനിൽ ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു.